യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു സൂ റിസോർട്ടാണ് കേട്ടോ. നമ്മളൊരു സൂവിനകത്താണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അകത്തേക്ക് കയറിയപ്പോൾ ഉള്ള ഒരു ആംബിയൻസ് ആക്ച്വലി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഫുൾ ഒരു ഗ്രീനറി ഒക്കെ ആയിരുന്നു. ചെക്ക് ഇൻ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 3 PM നമ്മളൊരു 3:30 ഒക്കെ ആയപ്പോഴാണ് എത്തിയത്. സോ ഇച്ചാനോടെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ലോബിയും റിസപ്ഷനും ഒക്കെ നോക്കി നടന്ന് കാണുവാണ് കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു ലോബി ആയിരുന്നു കേട്ടോ. എനിക്ക് അതിന്റെ ഇന്റീരിയർ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ കുറെ ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ കാണാം കേട്ടോ. വിന്റർ ടൈം ആയതുകൊണ്ട് തന്നെ ഒട്ടും ചൂടൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു അടിപൊളി ചിൽ ക്ലൈമറ്റ് ആണ്. നമുക്ക് റൂമിൽ പോയി ലഗേജ് ഒക്കെ വെച്ചൊന്ന് സെറ്റിൽ ആയിട്ട് തിരിച്ചു വരാം. അങ്ങനെ റൂമിലേക്ക് പോവാണ് നമ്മൾ. സോ ഇത് വന്നിട്ട് എമിറേറ്റ്സ് പാർക്ക് ആൻഡ് സൂ റിസോർട്ട് ഇൻ അബുദാബി ആണ്. വെക്കേഷൻ ടൈമിൽ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തപ്പോൾ വെറുതെ സ്റ്റേക്കേഷൻ മാത്രമായി ഒരു രസം ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടത് കേട്ടോ. ഇവരുടെ വെബ്സൈറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അതിനകത്ത് ഇവരുടെ ഡീറ്റെയിൽസും ടിക്കറ്റ് പ്രൈസും എല്ലാം അവൈലബിൾ ആണ്. സ്റ്റേ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല റൂമിനെ പറ്റി. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി റൂമാണ് വിത്ത് ഓൾ ഫെസിലിറ്റീസ്. മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. അതുപോലെ തന്നെ വാഷ്റൂമും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, റൂമിന്റെ ബാൽക്കണിയിൽ തന്നെ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ആനിമൽസിനെ ഒക്കെ കാണാം കേട്ടോ. ഓരോ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആനിമൽസ് ആണ്. സോ അപ്പൊ ഇനി നമുക്ക് പോയിട്ട് സൂ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഓരോരോ സെക്ഷൻ ആയിട്ടാണ് ആനിമൽസ് ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പോയത് ഈ ഒരു സെക്ഷനിലേക്കാണ്. ഇത് ഫുള്ള് ഇൻഡോർ ആണ് കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ സൺ എക്സ്പോഷർ ഒന്നും വരുന്നില്ല. ഇതിന്റെ ഇന്റീരിയർ കാണാൻ ആക്ച്വലി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിനകത്തേക്ക് കയറി ആദ്യം കണ്ടത് ലയണിനെയാണ്. പക്ഷെ ലയൺ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവേ കിട്ടിയില്ല. ഈ കാണുന്ന ആനിമൽ ആണ് ഒറിക്സ്. UAE നാഷണൽ ആനിമൽ ആണ് കേട്ടോ ഇത്. ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ്, ടൈഗറിന്റെ കൂടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റൂമിൽ നിന്ന് നോക്കി കാണുന്നത്, ആ കാണുന്നതാണ് നമ്മുടെ റൂം. അതിന്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആനിമൽസിനെ നമുക്ക് കാണാം. നിച്ചു ആക്ച്വലി ടൈഗറുമായിട്ട് അങ്ങ് സെറ്റായി. ടൈഗറായിട്ടുള്ള ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നിച്ചും ടൈഗറും കൂടെ കളിക്കുമായിരുന്നു. അവൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ടൈഗറും അപ്പുറത്ത് വരും. പിന്നെ അവൻ തിരിച്ചു വരുമ്പോൾ ടൈഗറും കൂടെ വരും. വന്നിട്ട് എലിഫന്റ് എൻകൗണ്ടർ കാണാനുള്ള ക്യൂ ആണ്. നമ്മൾ ഇതിന്റെ ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കണം കേട്ടോ. നമ്മുടെ ടിക്കറ്റിനകത്ത് ആനിമൽ ഷോസ് എല്ലാം ഇൻക്ലൂഡ് ആയിരുന്നു. ഓരോ ആനിമൽ ഷോയും ഓരോരോ ടൈമിലാണ്. അപ്പൊ അതിന്റെ എല്ലാം ടൈം നമുക്ക് അവർ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ലൊക്കേഷനിൽ എത്താൻ വേണ്ടി. എലിഫന്റ് എൻകൗണ്ടർ വന്നിട്ട് നല്ല ഫണ്ണായിരുന്നു. നമ്മളുമായിട്ട് ഇന്ററാക്ഷൻ ഒക്കെ വരുന്നുണ്ടായിരുന്നു. ബോൾ പാസിംഗ് ഉണ്ടായിരുന്നു. വാട്ടർ സ്പ്ലാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും തന്നെ ഫീമെയിൽ ഏഷ്യൻ എലിഫന്റ്സ് ആണ്. ഫൈനലി നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം ആ ടിക്കറ്റ് തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഞാനും നിച്ചും ഇച്ചാനും ഫീഡ് ചെയ്തു. നമ്മളിപ്പോൾ ഫീഡ് ചെയ്തിട്ടുണ്ട് എലിഫന്റ് വന്നിട്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള എലിഫന്റ് ആണ്. മറ്റേത് വന്നിട്ട് കുറച്ചുകൂടെ യങ്ങർ ആയിട്ടുള്ള എലിഫന്റ് ആണ് കേട്ടോ. ആ ഒരു ഷോ കഴിഞ്ഞ് നമുക്ക് ഇനി സീ ലയന്റെ ഷോ ഉണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളെല്ലാം ഉള്ളത്. ആക്ച്വലി ഈ ഒരു ക്യാമലിനെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ഒരു 2 ഹമ്പുള്ളത് ഞാൻ ശ്രദ്ധിക്കാഞ്ഞതാണെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഹോഴ്സ് റൈഡ് പോലെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സീ ലയന്റെ ഷോ വന്നിട്ട് അടിപൊളിയായിരുന്നു. നല്ല ഫണ്ണായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ കുറെ ഇൻഫർമേഷൻസ് അവർ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വേസ്റ്റ് ഒക്കെ സീ ലയനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, അത് എങ്ങനെ അവരുടെ മരണത്തിന് വരെ കാരണമാവുന്നു എന്നൊക്കെ ഉള്ളത് അവർ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സീലും സീ ലയനും തമ്മിൽ വാക്കിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. സോ അതെങ്ങനെയാണെന്നുള്ളത് സീ ലയൻ ഇമിറ്റേറ്റ് ചെയ്യുവാണ് കേട്ടോ. I told you only on my clap, right? Now louder! More!
നമ്മൾ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ജിറാഫിന്റെ നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് മേളിൽ കയറുന്ന ജിറാഫിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ജിറാഫ് കേട്ടോ. നമ്മൾ ഇത്തവണ അത് എടുത്തിട്ടില്ല. ഈ ഒരു ടൈം ആയപ്പോഴേക്കും സൂസ് ഐലൻഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ സ്റ്റേ ചെയ്യുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഭയങ്കര കാമായിരുന്നു. സോ നമ്മൾ മൂന്നാളും കൂടെ കുറച്ച് നേരമൊക്കെ അവിടേക്ക് ഇങ്ങനെ നടന്ന് ഫുൾ കണ്ടു കേട്ടോ. ബാക്കിൽ കാണുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് ഇവിടുത്തെ. ഞാൻ നോക്ക് ബ്ലാക്ക് സ്വാൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബ്ലാക്ക് സ്വാനിനെ കാണുന്നത്. വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്നതിന് മുന്നേ പൂളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ഇപ്പൊ ഇറങ്ങുന്നില്ല, മോർണിംഗ് വരാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നല്ല തണുപ്പുണ്ട്. സോ നിച്ചു കുറച്ചൊരു ഈ ഒരു പ്ലേ ഏരിയ കളിച്ചു. ഇവിടെ ആക്ച്വലി ഇൻഡോർ ഔട്ട്ഡോറും പ്ലേ ഏരിയ ഉണ്ട്. ഔട്ട്ഡോർ ഇതാണ് കേട്ടോ, ഇത് ഫ്രീ ആണ്. പക്ഷെ ഇൻഡോർ പ്ലേ ഏരിയ ഇത് കുറച്ച് ലാർജ് ആയിട്ടുള്ള ഏരിയ ആണ്, ഇത് പെയ്ഡ് ആണ് കേട്ടോ. അങ്ങനെ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു 12:30 ആയപ്പോൾ പുറത്തിറങ്ങാൻ തോന്നി. ജസ്റ്റ് ഒന്ന് നൈറ്റ് വൈബ് പിടിക്കാന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഏരിയ കണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇരിക്കാം, ഫുഡ് അവൈലബിൾ ആണ്, പിന്നെ ഷീഷ യൂസ് ചെയ്യേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. സോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. സോ ഞാൻ പോയിട്ട് ഒരു ക്യാപ്പച്ചിനോ ഓർഡർ ചെയ്തു. ഞാൻ വേറെ എന്തൊരു കോഫിയാണ് ഓർഡർ ചെയ്തത്. നിച്ചുവിന് ഹോട്ടോക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സോ ഈ ഒരു ഹോട്ടോ കോംബോ കൂടെ നമ്മൾ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് കഴിച്ചിട്ട് എപ്പോഴോ പോയി കിടന്നുറങ്ങി. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ പൂളി പോകണമെന്ന് പറഞ്ഞത് കൊണ്ട് നേരത്തെ എഴുന്നേറ്റായിരുന്നു. പക്ഷെ നിച്ചു എഴുന്നേറ്റത് ചെക്കൗട്ടിന് തൊട്ട് മുന്നേ ആണ് കേട്ടോ. അതുകൊണ്ട് പൂളിപ്പോക്കൊന്നും നടന്നില്ല. പിന്നെ ആളുടെ തെറ്റായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഓവറോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.